കഴിഞ്ഞ വർഷം ഇന്ത്യൻ സിനിമകളുടെ കണക്ക് പുസ്തകം പരിശോധിച്ചാൽ ആരും ഞെട്ടിപ്പോവും. അമീർ ഖാനും അക്ഷയ് കുമാറും സൽമാൻ ഖാനും രജനീകാന്തും കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ടതും മോഹൻലാൽ സിനിമകളാണ്. മോഹൻലാൽ നായകനായ സിനിമകൾ നടത്തിയത് 400 കോടിയോളം രൂപയുടെ കച്ചവടമാണ്. ചെറിയ വിവാദങ്ങളുടെ പേരിൽ പലരും ഇതിനെ തള്ളിപ്പറഞ്ഞുവെങ്കിലും 400 കോടി രൂപ ഒരു സത്യമാണ്. മാധ്യമങ്ങൾ പൊങ്കാലയിടാൻ നോക്കിയെങ്കിലും മോഹൻലാൽ ദക്ഷിണേന്ത്യൻ സിനിമയുടെ കച്ചവടത്തിൽ ഇതുവരെ കാണാത്ത പല അതിരുകളും കടന്ന് യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം മോഹൻലാലിൻ്റെ 4 സിനിമകളാണ് റിലീസ് ചെയ്തത്. തെലുങ്ക് സിനിമകളായ വിസ്മയം, ജനതാ ഗാരേജ്, മലയാള സിനിമകളായ ഒപ്പം, പുലിമുരുകൻ എന്നിവ. ഇവ 4 കൂടി നേടിയതാണ് 400 കോടിയോളം രൂപയുടെ ടേൺ ഓവർ. 400 കോടി രൂപയുടെ കച്ചവടം നടത്തിയ ലാലിന് കിട്ടിയ പ്രതിഫലം ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് 8 കോടി രൂപയിൽ താഴെയാണ്. പുലിമുരുകൻ ആദ്യ ദിവസം നേടിയത് 4.5 കോടി രൂപയുടെ കളക്ഷനാണ്. മലയാള സിനിമയുടെ പണക്കിലുക്കം ആദ്യ ദിനം തന്നെ കോടികളിലേക്ക് കടന്ന അപൂർവ നിമിഷമായിരുന്നു അത്. 3 ദിവസം കൊണ്ട് 12.5 കോടിയും 30 ദിവസം കൊണ്ട് 100 കോടിയും പുലിമുരുകൻ കളക്ഷൻ ഉണ്ടാക്കി. നവംബർ 23 വരെ ഉണ്ടാക്കിയ കളക്ഷൻ 125 കോടി രൂപയാണ്. ഇതിനുശേഷമാണ് വിദേശ വിൽപ്പനകൾ പലതും നടന്നത്.